നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കട്ടിലപ്പൂവം CPM ബ്രാഞ്ച് പുല്ലങ്കണ്ടത്ത് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി വർണ്ണച്ചിറകുകൾ എന്ന കലാകായികമേള സംഘടിപ്പിച്ചു. മാടക്കത്തറ പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ അങ്കണവാടി കുട്ടികളുടെ കലാമേള പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ഇന്ദിര മോഹൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റി മാതാമംഗലം ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തും. വിശദമായ വാർത്തകളിലേക്ക്. CPM കട്ടിലപ്പൂവത്ത് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം നടത്തി. CPM കട്ടിലപ്പൂവം ബ്രാഞ്ച് പുല്ലങ്കണ്ടത്ത് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനമാണ് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചത്. MS പ്രദീപ് കുമാർ, VP ശരത് പ്രസാദ്, MM അവറാച്ചൻ, PS വിനയൻ, സണ്ണി ചെന്നിക്കര, സാജൻ പോൾ, PR സുരേഷ് ബാബു, ഇന്ദിര മോഹനൻ, സുകന്യ ബൈജു എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ശ്രീമതി കുമാരി ചേച്ചിക്ക് വാസയോഗ്യമായ ഒരു വീട് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്നു എന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ ദൗത്യം ഏറ്റെടുത്ത ഈ ബ്രാഞ്ചിന് മുഴുവൻ ജില്ലാ കമ്മിറ്റിയുടെയും പേരിൽ ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കുമാരി ചേച്ചിക്ക് അവർക്ക് ആ വീട്ടിൽ വളരെ ക്ഷേമത്തോടെ ജീവിക്കാൻ കഴിയുമാറാവട്ടെ എന്ന ആശംസ ഞാൻ നേരുകയും ചെയ്യുന്നു. ഈ ലോക്കൽ കമ്മിറ്റി ഇവിടെ നേരത്തെ സണ്ണി ചെറുകര ഇവിടെ പറഞ്ഞതുപോലെ സണ്ണി ചെന്നിക്കര ഇവിടെ പറഞ്ഞതുപോലെ വളരെ വലിയ അഭിമാനകരമായൊരു റെക്കോർഡ് ഈ ലോക്കൽ കമ്മിറ്റിക്കുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന തീരുമാനപ്രകാരം ഏതാണ്ട് 160ഓളം വീടുകളാണ് നമ്മൾ നിർമ്മിച്ചു കൊടുത്തത്. അതിൽ 9 എണ്ണവും ഈ ലോക്കൽ കമ്മിറ്റിയിലാണ് എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അത് നമ്മുടെ ജില്ലയിലെ പ്രസ്ഥാനത്തിന് വളരെ അഭിമാനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം എടുത്ത തീരുമാനം വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരു വീടെങ്കിലും നിർമ്മിച്ചു നൽകണം എന്നാണ്. നമുക്കറിയാം, ഈ ഗവൺമെൻറ്, കേരളത്തിലെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇതിനകം 5 ലക്ഷത്തിലേറെ വീടുകൾ നിർമ്മിച്ചു കൊടുത്തൊരു ഗവൺമെൻറ്റാണ്. ഇന്ത്യയിലെ BJPയും കോൺഗ്രസും ഒക്കെ ആയിട്ടുള്ള പാർട്ടികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഒരു 8 വർഷ കാലാവധിയിൽ അല്ലെങ്കിൽ ഒരു 9 വർഷ കാലാവധിയിൽ ഇത്രയധികം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളോട് പക്ഷപാതിത്വമുള്ള, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന് മാത്രമേ ഇത്തരത്തിൽ നന്മ നിറഞ്ഞ ഒരു കാര്യം പ്രാവർത്തികമാക്കാൻ കഴിയുകയുള്ളൂ. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി വർണ്ണച്ചിറകുകൾ എന്ന കലാമേള സംഘടിപ്പിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പഞ്ചായത്തുകളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് പങ്കെടുത്തത്. സമൂഹത്തിൽ മാറ്റി നിർത്തേണ്ടവരല്ല ഭിന്നശേഷിക്കാരെന്നും വിവിധങ്ങളായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച്
സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും ഇതിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KR രവി പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫ്രാൻസീന ഷാജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PP രവീന്ദ്രൻ, ശ്രീവിദ്യ രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിനി പ്രദീപ് കുമാർ, PS ബാബു, നന്ദൻ കുന്നത്ത്, TK അമൽറാം, മിനി സാബു, ഗായകരായ കിരൺ N, പൂജ രമേശൻ, സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. വിവിധങ്ങളായ കലാകായിക മത്സരങ്ങളും ഉണ്ടായിരുന്നു. ആനുകൂല്യങ്ങളും നമ്മുടെ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, പ്രദേശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ആവശ്യമായ പണം മാറ്റിവെക്കണം, അങ്ങനെ പ്രവർത്തനം സംഘടിപ്പിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നതിനോടൊപ്പം തന്നെ ഇവരെയും അവഗണിക്കപ്പെടേണ്ടതല്ല, അവരെ കൂടുതൽ ചേർത്ത് പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഇന്നത്തെ പൊതുസമൂഹത്തിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയണം. ഇവര് ഇങ്ങനെ ആയി വന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകൾ ഉള്ളവരാണെങ്കിൽ കൂടിയും ഇവരിങ്ങനെ ആയതൊരിക്കലും ഇവരുടെ കുറ്റം കൊണ്ടല്ല. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും അവർ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പ്രാർത്ഥനാ ഗാനം ചൊല്ലിയ കുട്ടി പറഞ്ഞത് ലോകത്തുള്ള സകലർക്കും ഒരുപോലെ കാണാനുള്ള കണ്ണു തുറക്കണേ എന്നതാണ് പാടിയത്. ആ പാടിയ വാക്കിന്റെ വരികളുടെ അർത്ഥമൊന്നും പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കില്ല. എന്നെയും എൻ്റെ കുടുംബത്തെയും നന്മയിലേക്ക് നയിക്കണം, ഞങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കണം എന്ന പ്രാർത്ഥനയല്ല ഉന്നയിച്ചത്. ലോകത്തുള്ള മുഴുവനും എല്ലാവർക്കും വെളിച്ചം പകരുന്നതിന് വേണ്ടി കണ്ണു തുറക്കൂ എന്ന് അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും പാടിയത് എത്ര നിഷ്കളങ്കമായിട്ടായിരുന്നു അത്. പിന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കാഴ്ചപ്പാടനുസരിച്ചാണെങ്കിൽ അതിൻ്റെ സംഗതികളൊന്നും അല്പം പോലും ചോർന്നു പോകാതെ ആണ് തീർത്ഥ പാടിയിട്ടുള്ളത്. തീർത്ഥയുടെ പാട്ട് ഇതിനു മുൻപ് ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി കുട്ടികളുടെ കലാമേള മാടക്കത്ര ഗ്രാമപഞ്ചായത്തിൽ നടന്നു. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയായ അംഗൻവാടി കുട്ടികളുടെ കലാമേളയാണ് മാടക്കത്ര പഞ്ചായത്ത് ഹാളിൽ നടന്നത്. പഞ്ചായത്തിലെ 25 അംഗനവാടികളിൽ നിന്ന് 190ഓളം കുട്ടികൾ പങ്കെടുത്തു. ഫാൻസി ഡ്രസ്, സിംഗിൾ ഡാൻസ്, സിംഗിൾ സോങ്, ഗ്രൂപ്പ് ഡാൻസ്, സ്റ്റോറി ടെല്ലിംഗ് എന്നീ ഇനങ്ങളിൽ മത്സരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി. പഞ്ചായത്ത് മെമ്പർമാർ ആശംസകൾ അറിയിച്ചു. ICDS സൂപ്പർവൈസർ ഏവർക്കും നന്ദി അറിയിച്ചു. വനിതാ കമ്മീഷൻ അദാലത്ത് തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ പരാതികൾ പരിഗണിച്ചു. കുടുംബ പ്രശ്നങ്ങളും അയൽവാസികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെ പരാതികളും പ്രധാനമായും പരിഗണിച്ചു. പരിഗണിച്ച 58 പരാതികളിൽ 14 പരാതികൾ തീർപ്പാക്കി. 7 പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി നൽകി. 37 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. വനിതാ കമ്മീഷൻ പാനൽ അഡ്വക്കേറ്റ് TS സജിത, AK വിനോദ്, ഫാമിലി കൌൺസിലർ മാല രമണൻ എന്നിവർ പങ്കെടുത്തു. വാർത്തകളിനി ഇടവേളയ്ക്ക് ശേഷം. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ
0487-237-2374. മൊബൈൽ 790227-2374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. രൂക്ഷമായ വന്യമൃഗ ശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൂട്ടധർണ നടത്തും. രൂക്ഷമായ വന്യമൃഗ ശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ ആവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റി മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തുമെന്നാണ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. 13 വ്യാഴാഴ്ച രാവിലെ 11 മണിക്കാണ് ധർണ നടക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് മഞ്ജൂഷ് മാത്യു ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് മോഹനൻ കള്ളാടത്തിൽ അധ്യക്ഷനാകും. ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഒ ശോഭാചന്ദ്രൻ, TG വിനോദ്, രവി പോലുവളപ്പിൽ, മോഹനൻ കതളാടത്തിൽ, PN വാസുദേവൻ എന്നിവർ പങ്കെടുത്തു. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് ക്ഷീര കർഷകർക്ക് തൊഴുത്തിലിടാനുള്ള റബ്ബർ മാറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗമായ EV പുഷ്പൻ അധ്യക്ഷനായി. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 റബ്ബർ മാറ്റുകളാണ് 16 കർഷകർക്കായി വിതരണം ചെയ്തത്. 5 പശുക്കളെ വളർത്തുന്ന കർഷകർക്കാണ് മാറ്റുകൾ നൽകിയത്. 5000 രൂപ വില വരുന്ന റബ്ബർ മാറ്റ് 50% സബ്സിഡിയിൽ ഗുണഭോക്തൃ വിഹിതമായി നൽകിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സബ്സിഡി നിരക്കിൽ പശു, ആട്, പോത്ത്, കിടാരി, കോഴി എന്നിവയെ വളർത്തുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നു. തൊഴുത്തില്ലാത്ത കർഷകർക്ക് തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് തൊഴുത്ത് നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം പഞ്ചായത്ത് നൽകുന്നത്. നിർവഹണ ഉദ്യോഗസ്ഥയായ ചിറക്കക്കോട് സർക്കാർ മൃഗാശുപത്രിയിലെ ഡോക്ടർ ശരണ്യ പദ്ധതി വിശദീകരിച്ചു. താണിക്കുടം സർക്കാർ മൃഗാശുപത്രിയിലെ ഡോക്ടർ സിൻസി, കട്ടിലപ്പൂവം സർക്കാർ മൃഗാശുപത്രിയിലെ ഡോക്ടർ അമൽ എന്നിവർ പങ്കെടുത്തു. SDPI മാർച്ച് 15 മുതൽ ഏപ്രിൽ 15 വരെ 1 മാസം നീളുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് നടത്തുക എന്നാണ് ഭാരവാഹികൾ അറിയിച്ചത്. SDPI ലഹരി വിരുദ്ധ ലഘുലേഖയുമായി ഹൌസ് ക്യാമ്പയിൻ, യുവാക്കളെയും യുവതികളെയും അണിനിരത്തി ലഹരി വിരുദ്ധ പ്രതിജ്ഞ, കൂട്ടയോട്ടം, ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ, വനിതാ കൂട്ടായ്മ, സൈക്കിൾ റാലി തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന പ്രസിഡന്റ് PR സിയാദ്, ജില്ലാ പ്രസിഡന്റ് നാസർ പറൂർ,
അൻസാരി ഏനാത്ത്, PM അഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഓഫീസിന്റെ ആവശ്യങ്ങൾക്കായി ടാക്സി പെർമിറ്റുള്ള 7 വർഷത്തിൽ കുറവ് പഴക്കമുള്ള കാറ്, ജീപ്പ് എന്നിവ 1 വർഷത്തേക്ക് വാടകയ്ക്ക് നൽകാൻ താൽപര്യമുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഗാസ് ക്ഷണിച്ചിരിക്കുന്നു. ദർഗാസുകൾ മാർച്ച് 17 ഉച്ചയ്ക്ക് 1:30 ലഭിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487 23644445. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ പക്ഷികൾക്കായി പാന സ്നാനപാത്രങ്ങൾ സ്ഥാപിച്ചു. കണ്ടാണശ്ശേരി XLPR LP സ്കൂളിൽ പക്ഷികൾക്കായി പാനപാത്രങ്ങൾ വിദ്യാലയ അങ്കണങ്ങളിൽ സ്ഥാപിച്ച് പ്രധാനാധ്യാപിക CK ലില്ലി ഉദ്ഘാടനം ചെയ്തു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ മേജർ PJ സ്റ്റൈജു പാനപാത്രം വീടുകളിൽ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ക്ലാസ് എടുത്തു. അധ്യാപകരായ ലീന, ഏഞ്ചൽ, സജ്ന എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളായ അലൻദേവ്, നിരഞ്ജൻ, അമേഗ് എന്നിവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി MSMUP സ്കൂളിൽ പ്രധാനാധ്യാപിക VN സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകരായ KV ഷിജി, KK രാഗം, VC ആഷ്മി എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളായ പാർവതി കണ്ണൻ, VR അഞ്ജന, AB ദേവപ്രിയ എന്നിവർ നേതൃത്വം നൽകി. നല്ല ചൂടല്ലേ, എല്ലാവരും ദാഹജലം കിട്ടാതെ പക്ഷികളൊക്കെ വെള്ളം തേടിയിട്ട് ഓടി പറന്ന് നടക്കുകയാണ്. അപ്പൊ അവര് നമ്മുടെ വിദ്യാലയങ്ങളിൽ പൂവും ഇതൊക്കെ ഉള്ളതുകൊണ്ട്. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിലെ മോഷണ ശ്രമം, കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ. തലയോലപ്പറമ്പ് പള്ളിയിൽ ഉൾപ്പെടെ നിരവധി മോഷണക്കേസിൽ പ്രതിയായ അടിമാലി 200 ഏക്കർ ചക്കിയാങ്കൽ പത്മനാഭനാണ് വടക്കാഞ്ചേരിയിൽ തലയോലപ്പറമ്പ് പോലീസിന്റെ നിരീക്ഷണത്തിൽ വലയിലായത്. പ്രതിക്ക് 66 വയസ്സുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 9 തലയോലപ്പറമ്പ് പള്ളിയിൽ മോഷണം നടത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ എത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പള്ളികളിൽ മോഷണം നടത്തുന്ന ഇയാൾക്കായി പള്ളി പരിസരത്ത് പോലീസ് സംഘം തമ്പടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് ഫൊറോന പള്ളിയിലെ അച്ഛനെ കണ്ട് രാത്രി 12 ശേഷം മോഷണം നടക്കാൻ സാധ്യതയുണ്ടെന്നും കരുതലിനായി 2-3 സഹായികളെയും കൂട്ടി ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചു. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുമ്പോൾ പ്രതീക്ഷകൾ തെറ്റിക്കാതെ മോഷ്ടാവെത്തി. മോഷണം നടത്താൻ ശ്രമിക്കവേ ഉണർന്നിരിക്കുന്നവരെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസും നാട്ടുകാരും ചേർന്ന് പ്രതിയെ പിടികൂടി. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ മാർച്ച്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ SNDP യോഗം യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് 12 4 മണിക്ക് കൂടൽമാണിക്യം ക്ഷേത്രത്തിന് മുൻപിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. സർക്കാർ ടെസ്റ്റുകൾ പാസായി യോഗ്യരെന്ന് കണ്ടെത്തി കഴകജോലിയിൽ നിയമിതനായ വ്യക്തിയെ ജാതി വിവേചനം പറഞ്ഞ് മാറ്റി നിർത്തിയതിൽ പ്രതിഷേധിച്ചാണ് ധർണ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൂർവികരിൽ നിന്നും കിട്ടിയ സ്ഥാനം ഉപയോഗിച്ച് ചില സവർണ തമ്പുരാക്കന്മാർ ജാതി വിവേചനം തുടരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു.
വാർത്താ സമ്മേളനത്തിൽ NV രഞ്ജിത്ത്, ചിന്തു ചന്ദ്രൻ, ദിനിൽ മാധവ്, ദീപക് കുഞ്ഞുണ്ണി എന്നിവർ പങ്കെടുത്തു. 11 കിലോയിലധികം കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിൽ. 11 കിലോയിലധികം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ മൂർഷിദാബാദ് സ്വദേശി സൂഫൽ, ഭട്ടുപുര സ്വദേശി സുർജിത് ദാസ് എന്നിവരെ പിടികൂടിയത് മണ്ണുത്തി പോലീസാണ്. മാർച്ച് 9-നാണ് കേസിനാസ്പദമായ സംഭവം. മണ്ണുത്തി ഇൻസ്പെക്ടർ MK ഷമീറും സംഘവും വാണിയമ്പാറയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ മുല്ലക്കര മാരിയമ്മൻ കോവിലിന് സമീപം 6-വരിപ്പാതയ്ക്കടുത്ത ഫുട്പാത്തിൽ നിന്നിരുന്ന 2 പേർ പോലീസ് വാഹനം കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഓടിച്ചെന്ന് തടഞ്ഞു നിർത്തി കയ്യിലുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോഴാണ് 11 കിലോയിലധികം തൂക്കം വരുന്ന കഞ്ചാവ് കണ്ടെത്തിയത്. ഇൻസ്പെക്ടർ MK ഷമീർ, സബ് ഇൻസ്പെക്ടർ വില്ലിമോൻ, സിവിൽ പോലീസ് ഓഫീസർ വേണുഗോപാൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മനുഷ്യജീവനുകൾ പോലെ തന്നെ മൃഗങ്ങളുടെ ജീവനും വിലകൽപ്പിക്കുന്ന ഡ്രൈവർ മാതൃകയാകുന്നു. വടക്കാഞ്ചേരി മണലിത്ര റോഡിൽ കരുമത്ര പാറപ്പുറം വെച്ച് ജോഷിമോൻ ബസ് ഒരു നായയെ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഉടൻ പിടഞ്ഞു മരിച്ചു. ഇത് നേരിൽ കണ്ട ബസ് ഡ്രൈവർ വണ്ടി നിർത്തി സമീപത്തെ വീട്ടിൽ നിന്ന് കൈക്കോട്ട് വാങ്ങി കുഴി ഉണ്ടാക്കി അതിൽ മറവ് ചെയ്തു. വടക്കാഞ്ചേരിയിൽ നിന്ന് മണലിത്ര പോകുന്ന റൂട്ടിൽ ഓടുന്ന സമയമാണ് ജോഷിമോൻ ബസ് ഡ്രൈവറും പുന്നംപറമ്പിലെ ഓട്ടോ ഡ്രൈവർ കൂടിയായ സ്മിജിത്തും ചേർന്ന് സമൂഹത്തിന് സന്ദേശവാഹകരായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടിലപ്പൂവം CPM ബ്രാഞ്ച് പുല്ലങ്കണ്ടത്ത് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ നിർവഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി വർണ്ണച്ചിറകുകൾ എന്ന കലാകായികമേള സംഘടിപ്പിച്ചു. മാടക്കത്ര പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ അങ്കണവാടി കുട്ടികളുടെ കലാമേള പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ഇന്ദിര മോഹൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റി മാതാമംഗലം ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.